3ാം ക്ലാസ്സിന് കൈറ്റ് വിക്ടേഴ്സ് മലയാളമായിരുന്നു. എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കണ്ടോ? ഇന്ന് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റായ വഴിവിളക്കിലേക്കാണ് കടന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പാഠമാണ് ഇന്ന് തുടങ്ങിയത്. പാഠത്തിൻ്റെ പേര് സ്നേഹം. കൂട്ടുകാരെ, നമ്മുടെ പ്രവേശക പ്രവർത്തനമായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ 2 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടുതൽ കുടുംബക്കാർ. ഇവിടെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലോകമെന്ന തറവാട്ടിൽ നമുക്ക് കുടുംബക്കാരായി മറ്റാരെല്ലാമുണ്ട്? പക്ഷികളുണ്ട്, മൃഗങ്ങൾ, പുൽമേടുകൾ, മലകൾ, പൂമ്പാറ്റകൾ, തടാകങ്ങൾ, പുഴകൾ, ഇതെല്ലാം നമ്മുടെ ആരാണ്? കുടുംബക്കാരാണ് അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. ഇതൊരു കവിതയാണ്. കൂട്ടുകാരോട് ഈ കവിത ഈണത്തിൽ ചൊല്ലാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കവിതയുടെ 4 വരികളൊന്ന് ചൊല്ലാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ട് ചേർന്നൊരെന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. കൂട്ടുകാരെ, നിങ്ങളിത് വ്യത്യസ്തമായ ഈണത്തിൽ വേണം ചൊല്ലാനായിട്ട്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം അല്ലേ? ഈ ഭൂമിയിൽ പിറന്നതിന് ശേഷം ആദ്യമായി സ്നേഹിച്ചത് ആരെയൊക്കെയാണ് എന്ന് ഒരു കുട്ടി പറയുകയാണ്. കണ്ണുകളിൽ ഉമ്മ വെച്ച അമ്മയെയും കവിതകൾ ചൊല്ലി പഠിപ്പിച്ച അച്ഛനെയും മുന്നോട്ടുള്ള യാത്രയിൽ നന്മ തിന്മകൾ വേർതിരിച്ച് വഴിയൊരുക്കി തന്ന ഗുരുനാഥനെയുമാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചത്. അതാണ് ആദ്യത്തെ 4 വരികളിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നോക്കൂ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ, ചുവട് താങ്ങി തുണച്ചൊരീ മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നഭസ്സിനെ, മധുരമൂറും മനുഷ്യവചസ്സിനെ. പിച്ച വെച്ച് തുടങ്ങിയ കാലം മുതൽ ചുവട് വെച്ചുറപ്പിച്ച് നടന്ന മണ്ണിനെയും ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തെയും മനുഷ്യരുടെ സ്നേഹമൂറുന്ന വാക്കുകളെയും കുട്ടി സ്നേഹിക്കുന്നു. അതാണ് പിന്നീടുള്ള 4 വരികൾ പറയുന്നത്. കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുള് നീക്കുന്ന സൗവർണ സൂര്യനെ. പിന്നെ കുട്ടി സ്നേഹിക്കുന്നത് ആരെല്ലാമാണ്? കിളികളുടെ പാട്ടിനെ, കുളിരുള്ള പ്രഭാതത്തെ, അസ്തമയത്തെ, ഇരുട്ട് നീക്കി പ്രകാശം പൊഴിക്കുന്ന സൂര്യനെ അല്ലേ? പിന്നെയോ അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസ്സിനെ, അലിവു കാട്ടുന്ന കാർമേഘ പാളിയെ, നിഴൽ നിരുത്തുന്ന നിശബ്ദരാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. പിന്നെ ആരെല്ലാമാണ് സ്നേഹിക്കുന്നത്? 7 അഴകുള്ള മഴവില്ലിനെ, ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന കാർമേഘങ്ങളെ, നിശബ്ദമായ രാത്രിയെ, പകലിനെ എല്ലാം കുട്ടി സ്നേഹിക്കുന്നു. താൻ കണ്ടതും അനുഭവിച്ചതുമായ പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും ആ കുട്ടി സ്നേഹിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒന്നുമില്ല അല്ലേ? കവിതയിലൂടെ തരുന്ന സന്ദേശം എന്താണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും എൻ്റേതെന്ന മനോഭാവത്തോടെ സ്നേഹിക്കാൻ കഴിയണമെന്ന സന്ദേശമാണ് ഈ കവിത നമുക്ക് പകർന്നു തരുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ കവിതയും കവിതയുടെ ആശയമൊക്കെ ഒന്ന് മനസ്സിലായോ? എല്ലാവരും ഈ കവിത ചൊല്ലി നോക്കണം. ആശയം മനസ്സിലാക്കി വേണം ചൊല്ലാനായിട്ട്. കവിതയിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കവിതയിൽ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. വജസ് വാക്ക്. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ല്. അഴൽ ദുഃഖം. കവിതയുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ നമുക്ക് പ്രവർത്തനമായി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടെത്താൻ പറയാം എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? സ്നേഹിച്ചും ലാളിച്ചുമാണ് അമ്മ കുട്ടിയെ വളർത്തിയത്. അച്ഛൻ കവിത ചൊല്ലി പഠിപ്പിച്ചു. നന്മ തിന്മകൾ വേർതിരിച്ചു കൊടുത്തും അറിവ് പകർന്നും ഗുരുനാഥൻ കുട്ടിക്ക് വഴികാട്ടിയായി. രണ്ടാമത്തെ ചോദ്യം. പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? ഏതൊക്കെ അനുഭവങ്ങളെയാ? എല്ലാ അനുഭവങ്ങളെയും ആ കുട്ടി സ്നേഹിച്ചിട്ടുണ്ടല്ലേ? പിച്ച വെച്ചപ്പോൾ ചുവടുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെ, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തെ, മനുഷ്യരുടെ മധുരമായ വാക്കുകളെ, കിളികളുടെ പാട്ടിനെ, കുളിരുള്ള പുലരിയെ, ചുവന്നു തൊടുത്ത സന്ധ്യയെ, ഇരുട്ടിനെ അകറ്റുന്ന സൂര്യനെ, മനോഹരമായ മഴവില്ലിനെ, കരുണയുടെ മഴ പൊഴുകുന്ന മേഘങ്ങളെ, നിഴൽ പരത്തി നിശബ്ദമായി എത്തുന്ന രാത്രിയെ, ദുഃഖം തീർക്കുവാനെത്തുന്ന പകൽ വെളിച്ചത്തെ എല്ലാം കുട്ടി സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത്? കൂട്ടുകാരെ, കവിതയിൽ നിന്ന് വരി തിരഞ്ഞെടുക്കൂ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ, ചുവട് താങ്ങി തുണച്ചൊരീ മണ്ണിനെ.
ഈ വരിയാണ് നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് കവിത മനസ്സിലായി. കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി. ഈ കവിത ആരാണ് രചിച്ചത്? അതെ, കിളിമാനൂർ രാമകാന്തൻ. കിളിമാനൂർ രാമകാന്തൻ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി. ഇനി കവിതയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. സ്നേഹം എന്ന കവിത എഴുതിയതാര്? കിളിമാനൂർ രാമകാന്തൻ. കുട്ടിയെ കവിത ചൊല്ലി പഠിപ്പിച്ചതാരാണ്? അച്ഛൻ. ആരാണ് ജീവിതയാത്രയിൽ വഴിയൊരുക്കി കൊടുത്തത്? ആരാണ്? ഗുരു. പിച്ച വെച്ച് നടന്ന് ചുവടുറപ്പിക്കാൻ കുട്ടിയെ സഹായിച്ചത് എന്താണ്? മണ്ണ്. ആകാശം എന്ന അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ച പദം ഏത്? നഭസ്. മധുരമൂർന്നതായി കവി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനുഷ്യവചസ് അല്ലേ? മനുഷ്യൻ്റെ വാക്കുകളെയാണ് മധുരമൂർന്നതായി കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്